പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിക്കകത്ത് പൊട്ടിത്തെറിക്ക് തിരികൊളുത്തി പി.സി. ജോർജ്. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആന്റണി ഒരു മണഗുണാഞ്ചനാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. നൂലിക്കെട്ടി ഇറക്കിയ ഒരു മുതലിനെ നാട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് മണ്ഡലത്തിൽ തോറ്റതെന്ന് അദ്ദേഹം പറയുന്നു. സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ ശ്രീധരൻ പിള്ളയോ എം.ഡി. രമേശോ നിന്നിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിക്കേണ്ട മണ്ഡലത്തിലാണ് ആന്റണിയുടെ മണഗുണാഞ്ചനായിട്ടുള്ള പുത്രനെ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചതെന്നും ഈ മുതലിനെ നാട്ടിൽ പരിചയപ്പെടുത്താൻ തന്നെ വലിയ കഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം സഹതപിക്കുന്നു. ഞാൻ ആദ്യം അറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്, കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആളെ സ്ഥാനാർത്ഥിയാക്കുമ്പം പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യണ്ടായി. സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാളും കഴിഞ്ഞ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാളും നമ്മുടെ കെ സുരേന്ദ്രൻ തന്നെ ഇവിടെ നിന്ന് വെച്ചാൽ മതിയായിരുന്നു, ജയിച്ചിരുന്നു, സംശയം വേണ്ട. രമേശ് നിന്ന് ജയിച്ചേനെ, ഇല്ലേ നമ്മുടെ മറ്റിങ്ങനെ നമ്മുടെ ഗവർണറായിരുന്ന നമ്മുടെ കുമ്മനം നിന്നാൽ മതിയായിരുന്നു. വേണ്ടെന്ന് നമ്മളെ ശ്രീധരൻപിള്ള എന്നായിരുന്നു ജയിച്ചേനല്ലോ. എന്താ സംശയം? ഒരു സംശയം വേണ്ട. ഇത് എന്നാ ചെയ്യാൻ പറ്റും? ഇളെ ഒന്ന് മനുഷ്യനെ പരിചയപ്പെടുത്തി വരുത്തണ്ടേ? അറിയില്ല ആളെ, മലയാളത്തിൽ പ്രസംഗിക്കാനും അറിയത്തില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം പാളിപ്പോയി. അത് സംശയമില്ല, പാളിയിട്ടുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. തീർന്നില്ല. തുഷാർ വെള്ളാപ്പള്ളിക്കുമുണ്ട് കൂട്ട്. BDJS ഇനിയിപ്പോൾ NDAയുടെ ഭാഗമായി നിർത്തണോ വേണ്ടേ എന്നുള്ള ആലോചന ഉടൻ തുടങ്ങണമെന്നും BJP നേതാവായിട്ടുള്ള PC ജോർജ് പറഞ്ഞു. വോട്ടില്ലാത്ത BDJS എത്ര കാലം ഇങ്ങനെ NDAയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റും? വോട്ടില്ലാതെ ഇതിനെയൊക്കെ ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വിഴുപ്പിനെയൊക്കെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. BJPയിൽ ചേർന്നതിന് ശേഷമുള്ള പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. SNDP എന്ന് വിട്ടിട്ട് പാവപ്പെട്ട ഈഴവ സമുദായത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ആളെന്ന് പറഞ്ഞ് ഗുരുദേവനാണ്. അത് കഴിഞ്ഞാൽ ആർ ശങ്കര, അത് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ. SNDP എന്ന നിലയിലുള്ള ഒരു ആനുകൂല്യവും നേടിയെടുക്കാൻ BLDSന് കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇനി നിൽക്കണോ എന്ന കാര്യം ആ പാർട്ടി ചർച്ച ചെയ്യട്ടെ. ഈ BJPയുടെ കൂട്ടത്തിൽ കൂടി NDA എന്ന് പറഞ്ഞ് നടന്നാലും ഈ വോട്ടില്ലാത്തവരെ ചുമന്നിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഇപ്പം NDA എന്ന് പറഞ്ഞ ഒരു ഘടകകക്ഷി എന്ന് പറയാൻ ആകെ ഉള്ളത് BDJS. അതിൽ തുഷാർ 100% ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്യട്ടെ. ഞാനതിൽ അഭിപ്രായമൊന്നും പറയുന്നത് ശരിയല്ല. PC ജോർജിന്റെ പ്രതികരണം രണ്ട് വിഭാഗത്തെ പൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് അനിൽ ആന്റണിയെയും മറ്റൊന്ന് BDJSനെയും വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളിയും കാര്യമായിട്ട് തന്നെ താങ്ങിയിരിക്കുകയാണ്. നേരത്തെ PC ജോർജിന് ഇവരോടുള്ള അസംതൃപ്തി അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെ താങ്ങിവിട്ട് മാധ്യമങ്ങളിലൂടെ ഇവരുടെ തോൽവിയെ മുൻനിർത്തി ആക്ഷേപിക്കാനും അവഹേളിക്കാനും പുകച്ച് പുറത്തു ചാടിക്കാനും വേണ്ടിയുള്ള തന്ത്രമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് BJP ക്യാമ്പുകളിൽ നിന്നുള്ള ഇപ്പോഴത്തെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ മറുപടി പറയട്ടെ എന്ന് പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കിയതായി ചില മാധ്യമ പ്രവർത്തകർ അറിയിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു സീറ്റ് ലോട്ടറി അടിച്ച് തൃശ്ശൂരിൽ ജയിച്ചെങ്കിലും ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം വെടി പൊട്ടി തുടങ്ങാൻ പോണതേ ഉള്ളൂ. അടിനാശം വെള്ളപ്പൊക്കത്തിൽ മാത്രമേ കലാശിക്കുള്ളൂ എന്ന് PC ജോർജിന്റെ മറുപടി വ്യക്തമാക്കുന്നു.